കർഷകത്തൊഴിലാളി മാസികയുടെ മാർച്ച് ലക്കത്തിൽ ആരംഭിച്ച കഥയാണ് കുരിശിന്റെ വഴിയിലെ രണ്ടുപേർ. ഏപ്രിൽ ലക്കത്തിലും കഥ തുടരുകയാണ്. കഥ പൂർണ്ണ രൂപത്തിൽ ഇവിടെ കേൾക്കാവുന്നതാണ്. കുരിശിന്റെ വഴിയിലെ രണ്ടുപേർ. രചന ആന്റണി കെ. വി. വായിക്കുന്നത് മാഗി വസുന്ധരൻ. സെമിത്തേരിയുടെ ഗേറ്റിന്റെ കൊളുത്ത് നീക്കുന്ന ശബ്ദം കേട്ട് ഞാൻ പിന്തിരിഞ്ഞു നോക്കി. ഷാജിച്ചേട്ടനാണ്. പെയിന്റ് അടിച്ച് ഉണങ്ങി പാകമായ കല്ലറ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കല്ലറ എഴുത്ത് നിസ്സാര പണിയല്ല. ഒരാൾ മരിച്ചടക്കം ചെയ്താൽ മിക്കവാറും 7-ാം ചരമദിനത്തിനു മുമ്പ് കല്ലറ എഴുതി ഭംഗിയാക്കാറുണ്ട്. കല്ലറയിൽ അടക്കപ്പെട്ടു കഴിഞ്ഞാൽ പേരും വീട്ടുപേരും ജനന മരണ തീയതികളുമാണ് പരേതന്റെ ജീവചരിത്രമായി കല്ലറയ്ക്ക് മേലെ എഴുതപ്പെടുന്നത്. അങ്ങനെ തന്റെ അസ്തിത്വ സ്മരണയുടെ ചുരുക്കെഴുത്തുമായി ഒരാൾക്ക് ഏറിയാൽ 4-5 വർഷം കല്ലറയിൽ ജീവിക്കാം. അപ്പോഴേക്കും അടുത്തയാൾ കല്ലറയിലേക്കെത്തും. കല്ലറയ്ക്ക് മേലെ പുതിയ മേൽവിലാസം കുറിക്കപ്പെടും. കല്ലറയ്ക്ക് മേലെ വെച്ച റീത്തുകളും പൂച്ചെണ്ടുകളും എടുത്തു മാറ്റണം. ഉണങ്ങിപ്പിടിച്ച മെഴുകും മറ്റ് അഴുക്കുകളും ഇളക്കി കല്ലറ വൃത്തിയാക്കണം. കല്ലറ അടച്ചിരിക്കുന്ന 2 കോൺക്രീറ്റ് പാളികൾക്കും ഇടയിലുള്ള പഴുതടയ്ക്കണം. അടുത്തു വന്ന് കണ്ണട മൂക്കിൻ തുമ്പിൽ നിന്ന് കയറ്റിവെച്ച് ഷാജിച്ചേട്ടൻ മെല്ലെ ചിരിച്ചു. "ഓ, നീയായിരുന്നോ? ഒരുപാടായല്ലോടാ നമ്മൾ തമ്മി കണ്ടിട്ട്." ഞാൻ ചിരിച്ചു. "എത്ര പ്രായക്കാരനാ?" ഷാജിച്ചേട്ടൻ കല്ലറയിലേക്ക് കൈ ചൂണ്ടി. "68 വയസ്സുണ്ടായിരുന്നു. അറ്റാക്ക് വന്നതാ." ഷാജിച്ചേട്ടൻ അസലായി ചിത്രം വരയ്ക്കും. പ്രത്യേകിച്ച് ആളുകളുടെ ഛായാചിത്രം വരയ്ക്കാനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. തൊട്ടടുത്ത ഇടവക പള്ളിയിലെ ഗായകൻ കൂടിയാണ്. പ്രശസ്തമായ ചിത്രകലാപീഠത്തിൽ നിന്ന് ചിത്രകല പഠിച്ചിറങ്ങിയ ആൾ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനും ചിത്രകല പഠിക്കുന്നതിന് അവിടെ അപേക്ഷ വെച്ചിരുന്നു. ചിത്രകലയിലെ അഭിരുചി അളക്കുന്നതിനുള്ള പരീക്ഷ ജയിക്കുന്നവർക്കായിരുന്നു പ്രവേശനം കിട്ടിയിരുന്നത്. വീട്ടിൽ നിന്ന് ആദ്യമായാണ് ഞാൻ അത്രയും ദൂരെ യാത്ര ചെയ്യുന്നത്, അതും ഒറ്റയ്ക്ക്. വല്ലാത്ത പേടിയും ഉത്കണ്ഠയും തനിക്കുഗ്രാമവാസിയായ എന്നിൽ ഇരുണ്ട ചായം തേക്കുന്നുണ്ടായിരുന്നു. പരീക്ഷയുടെ ആദ്യ ഭാഗം മുന്നിലിരിക്കുന്ന ഒരാളുടെ ചിത്രം വരയ്ക്കുക എന്നതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു ശ്രമം നടത്തുന്നത്. എന്റെ കൂടെയുണ്ടായിരുന്ന കുട്ടികൾ സ്കെയിലിൽ അളവൊക്കെ എടുത്ത് വിദഗ്ധമായി അയാളുടെ ചിത്രം വരയ്ക്കുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. പല കടുപ്പങ്ങളിലുള്ള പെൻസിലുകൾ ഉപയോഗിച്ച് ചിത്രത്തിൽ നിഴലും വെളിച്ചവും വിന്യസിക്കുന്നത് കൗതുകത്തോടെ ഞാൻ കണ്ടു. മോഡലായിരിക്കുന്ന ആളെ ഏതാണ്ട് അതേ ഛായയിൽ അനായാസമായി അവർ കോറിയിട്ടു. ഒരു കോമാളിയെപ്പോലെ ഞാൻ അവർക്കിടയിലിരുന്ന് വിയർത്തു. ഉച്ച കഴിഞ്ഞ് ജലച്ഛായം ഉപയോഗിച്ചുള്ള ചിത്രരചനാ മത്സരമായിരുന്നു. തെരുവിൽ ഒരു മരം എന്നതായിരുന്നു വിഷയം. അഴുക്കുപിടിച്ച തെരുവ്, തെരുവോരത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരം, അതിന്റെ ചുവട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന യാചക കുടുംബം. വരച്ച് നിറം കൊടുത്ത് തീരാറായപ്പോഴാണ് മറ്റുള്ളവരുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എല്ലാവരുടെയും ഡ്രോയിങ് ഷീറ്റുകളിൽ ഈച്ചയാർക്കുന്ന ശവങ്ങൾ. വിഷയം തെരുവിലൊരു മരം എന്നതല്ലേ എന്നൊരാളോട് ചോദിച്ചു. "മരമല്ല, തെരുവിലൊരു മരണം" എന്നയാൾ തിരുത്തി. ഭക്ഷണം പാകം ചെയ്യുന്ന ഭിക്ഷക്കാർക്ക് മേലെ മരക്കൊമ്പിൽ തൂങ്ങി മരിച്ചു കിടക്കുന്ന ഒരാളെ തകർന്ന മനസ്സോടെ ഞാൻ വരച്ചുവെച്ചു. പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ നിറംകെട്ട വഴിയിലൂടെ കുറേ ദൂരം നടന്നു. എനിക്കൊന്നിനെയും അതേപടി വരയ്ക്കാനാകില്ല. എനിക്ക് കാര്യങ്ങൾ ശരിയായി ധരിക്കാനുള്ള ശേഷിയില്ല. മരണത്തേക്കാൾ മരത്തെയാണ് എൻ്റെ കാതുകൾ തിരഞ്ഞെടുത്തത്. തെരുവിൽ ഭക്ഷണം കഴിക്കുന്നവരിൽ നിന്ന് വളരെ സാവധാനത്തിലാണ് ഞാൻ ആത്മഹത്യ ചെയ്ത ഒരാളിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു. ഞാനിപ്പോഴും ആ നടത്തത്തിൽ തന്നെയാണ്. ഞാൻ വീട് പെയിന്റിങ്ങിന് പോകുന്നതുകൊണ്ട് പണിയില്ലാത്ത ദിവസങ്ങളിലാണ് കല്ലറ എഴുത്തിന് പോയിരുന്നത്. ഷാജിച്ചേട്ടന് മിക്കവാറും ദിവസങ്ങളിൽ കല്ലറ എഴുത്തുണ്ട്. 4-5 ഇടവകകളിൽ അയാളാണ് പ്രധാനമായും കല്ലറ എഴുതുന്നത്. ഞാൻ ഷാജിച്ചേട്ടന്റെ കല്ലറ എഴുത്ത് നോക്കി നിന്നു. നിവർത്തിപ്പിടിച്ച കുടയുടെ തണലിലിരുന്ന് ചടുലമായി ഷാജിച്ചേട്ടൻ പെയിന്റ് അടിച്ചു. ഷാജിച്ചേട്ടൻ ബ്രഷ് പിടിക്കുന്ന രീതിയും പെയിന്റ് അടിക്കുമ്പോഴുള്ള വിരലുകളുടെ ചലനവും വിസ്മയകരമാണ്. മഞ്ഞ നിറത്തിൽ ബ്രഷ് മുക്കി മഞ്ഞ പൂക്കളുടെ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് അയാൾ. പൊതുവെ കടുനിറങ്ങൾ കല്ലറയെഴുത്തിൽ ഒഴിവാക്കാറുണ്ട്. ഞാനത് ഷാജിച്ചേട്ടനോട് സൂചിപ്പിക്കുകയും ചെയ്തു. അയാൾ അപ്പോൾ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കുന്തുകാലിൽ നിന്ന് എഴുന്നേറ്റു. എന്നേക്കാൾ പൊക്കം കൂടി അയാളെ കുടയുടെ തണലിലേക്ക് ഇണക്കാൻ ഞാൻ പ്രയാസപ്പെട്ടു. അയാൾ കുടയുടെ തണല് വേണ്ടെന്ന് പറഞ്ഞ് വെയിലത്തേക്ക് നീങ്ങി നിന്നു. "ഇവൾ എന്നെ വല്ലാതെ ചുറ്റിച്ചിട്ടുണ്ട്," കല്ലറയിലേക്ക് കൈചൂണ്ടി ഷാജിച്ചേട്ടൻ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. "ഇവളെ മനസ്സിലായില്ലേ? പള്ളിയിന്ന് പടിഞ്ഞാട്ട് 500 മീറ്ററില്ല ഇവളുടെ വീട്ടിലേക്ക്." എനിക്കപ്പോഴും അതാരാണെന്ന് മനസ്സിലായില്ല. നിമിഷ അഗസ്റ്റിൻ. 12 വയസ്സേ ആയുള്ളൂ. ക്യാൻസർ ആയിരുന്നു. ഞാൻ ആകെ ഇരുട്ടിലായി. മകളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന കൊച്ചാണ്. ഒരേ സ്കൂൾ ബസ്സിലാണ് അവർ പോയിരുന്നത്. മകളെ യാത്രയാക്കാൻ പോകുമ്പോൾ മിക്കവാറും ആ കുട്ടി ടാറ്റ തരാറുണ്ട്. നിമിഷ ചേച്ചിയുടെ അസുഖവും മരണവും മകളെയും വല്ലാതെ ബാധിച്ചിരുന്നു. 9 വയസ്സുകാരിയുടെ വിഷാദം നിറഞ്ഞ മുഖം എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു,
നിമിഷക്കുട്ടിയുടെ മരണം എൻ്റെ മോളെയും വല്ലാണ്ട് ബാധിച്ചു. അവര് നല്ല കൂട്ടായിരുന്നു. ഷാജിച്ചേട്ടൻ കുറച്ചുനേരം നിശബ്ദനായി. നിമിഷയുടെ പപ്പ എന്നോട് പറഞ്ഞിരുന്നു മഞ്ഞ പെയിന്റ് അടിക്കണമെന്ന്. ഞാനതത്ര കാര്യമായിട്ടെടുത്തില്ല. ചെറിയ കുട്ടിയുടെ കല്ലറയില് എങ്ങനെയാ മഞ്ഞ കളർ അടിക്കണേ? ഷാജിച്ചേട്ടൻ മഞ്ഞ കളർ അടിച്ചതിന്റെ നാലതിരുകളിൽ ഓറഞ്ച് നിറം അടിക്കാനൊരുങ്ങുന്നതിനിടയിൽ എന്നെ നോക്കി. എത്ര വർഷങ്ങളായി പണി ചെയ്യണു, ഇന്നേ വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ആകാംക്ഷയോടെ ഷാജിച്ചേട്ടനെ നോക്കി. അയാൾ ബ്രഷ് മണ്ണെണ്ണപ്പാട്ടയിൽ മുക്കിവെച്ച് കൈ തുടച്ച് നടുനിവർത്തി റബ്ബർ മരങ്ങളുടെ തണൽ വീണുകിടക്കുന്ന മതിലിനരികിലേക്ക് നീങ്ങി നിന്നു. ഞാൻ കല്ലറയിൽ വെളുത്ത പെയിന്റടിക്കാൻ തുടങ്ങിയതും ഒരു കടന്നൽ വന്നെന്റെ ചെവിയിൽ മൂളാൻ തുടങ്ങി. ഞാൻ അതിനെ പതുക്കെ തട്ടിക്കളഞ്ഞു. പെയിന്റിൽ ബ്രഷ് മുക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അത് വന്ന് പിൻകഴുത്തിലും ചെവിയിലും ശല്യപ്പെടുത്താൻ തുടങ്ങി. അതിനിടയിൽ കൈതട്ടി പെയിന്റ് മറിഞ്ഞു പോവുകയും ചെയ്തു. ഷാജിച്ചേട്ടൻ ദീർഘനിശ്വാസം അയച്ചു. പല പണി നോക്കി അതിനെ ഓടിക്കാൻ, പക്ഷെ നടന്നില്ല. ഒടുക്ക സഹി കെട്ട് ഞാൻ പണി നിർത്തി. ഇന്നേ വരെ തോന്നാത്ത വിഷമം എന്നെ ബാധിച്ചു. ബ്രഷ് കഴുകി വെക്കാൻ തുടങ്ങുമ്പോഴാ ആ കൊച്ചിന്റെ പപ്പ വന്നത്. തൊട്ടടുത്ത കല്ലറയിലേക്ക് റബ്ബറിൻ കായ പൊട്ടി വീണു. അതിന്റെ പുറന്തോട് രണ്ടിടത്തേക്ക് തെറിച്ചുപോയി. കൊച്ചിന്റെ പപ്പ കല്ലറ എഴുതാൻ ഏൽപ്പിച്ചപ്പോൾ പറ്റൂങ്കി മഞ്ഞ നിറം അടിക്കാൻ പറഞ്ഞിരുന്നു. ഞാനത് കാര്യാക്കിയില്ല. കൊച്ചിന് മഞ്ഞ നിറം ഭയങ്കര ഇഷ്ടായിരുന്നത്രേ. അവൾ ധാരാളം മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നട്ടു വളർത്തിയിരുന്നു. കൊച്ചിന്റെ പപ്പ അത് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഷാജിച്ചേട്ടന്റെ മുഖത്ത് വിഷാദത്തിന്റെ മഞ്ഞ നിറം പടരുന്നുണ്ടായിരുന്നു. അയാൾ റബ്ബറിന്റെ ഇല പൊട്ടിച്ചെടുത്ത് കടന്നലിന് നേരെ നീട്ടി. കേറിയിരിക്കും മോളേന്ന് പറഞ്ഞതും അത് ഇലേക്കേറിയിരുന്നു. ചേട്ടൻ മഞ്ഞ പെയിന്റ് അടിച്ചോളൂ ട്ടോ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ ഇല സെമിത്തേരിയുടെ മതിലേ വെച്ചു. പാവം, ആ പ്രാണി റബ്ബറിന്റെ ചില്ലയിലേക്ക് പറന്നുപോയി. ആ മനുഷ്യന്റെ കണ്ണു നിറഞ്ഞ് കുടുകുടാന്ന് കണ്ണീര് ചാടാൻ തുടങ്ങി. എനിക്കും കരച്ചിൽ വന്നു. ഷാജിച്ചേട്ടൻ നിശബ്ദനായി. കല്ലറയെഴുത്ത് നിസ്സാര പണിയല്ല. ജീവിച്ചിരിക്കുന്നവരുടെ താല്പര്യമല്ല കല്ലറയെഴുത്തിൽ ശ്രദ്ധിക്കേണ്ടത്. മരിച്ചവർക്കും അവരുടെ കല്ലറകളെക്കുറിച്ച് പല പല സങ്കല്പങ്ങളുണ്ട്. കഴിയുമെങ്കിൽ നാം അത് കണ്ടെത്തണം, സാധിച്ചു കൊടുക്കണം. മരിച്ചവരുടെ ഒടുക്കത്തെ ബ്യൂട്ടി പാർലറാണ് അവരുടെ കല്ലറകൾ. തങ്ങളില്ലാതായതിന്റെ ശൂന്യതയെക്കുറിച്ച് എപ്പോഴും ഏറ്റവും നിറപ്പകട്ടോടെ മറ്റുള്ളവർ ഓർക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വൃത്തിയും വെടിപ്പുമായി വർണ്ണപ്പൊലിമയോടെ കാണുന്ന കല്ലറകൾ മരിച്ചുപോയവരെക്കുറിച്ചുള്ള ജീവിച്ചിരിക്കുന്നവരുടെ കരുതലും അതോടൊപ്പം മരിച്ചവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള മതിപ്പും വെളിവാക്കുന്നുണ്ട്. ഷാജിച്ചേട്ടൻ പറഞ്ഞതിന്റെ സാരാംശം ഇതായിരുന്നു. മരിച്ചോര് കുറച്ചുനാൾ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ അവരുടെ സാന്നിധ്യം നമുക്കറിയാൻ പറ്റും. ചിലര് 7-ാം ചരമദിനം വരെ ഉണ്ടാവും, ചിലര് 40 വരെ കാണും. ആണ്ടുകുർബാനയും ഒപ്പീസും കസ്തൂരി കൊള്ളലും കഴിഞ്ഞാലും ചിലര് പോവില്ല. അവരെപ്പോഴും ഉണ്ടാവും ഇവിടൊക്കെ. പിന്നെ എന്നെ നോക്കി നനുത്ത ഒച്ചയിൽ ഷാജിച്ചേട്ടൻ തുടർന്നു. ഈ കൊച്ച് ഇപ്പോഴും പോയിട്ടില്ല. കയ്യിലും ചെരുപ്പിലും പുരണ്ട മഞ്ഞ പെയിന്റ് തുടച്ചുകൊണ്ടിരിക്കുന്ന ഷാജിച്ചേട്ടനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഞാൻ അപ്പന്റെ കുഴിമാടത്തിൽ ചെന്ന് നിന്ന് ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ശുദ്ധീകരണ സ്ഥലത്തെ പീഡകളിൽ നിന്ന് വിടുതൽ നൽകി സ്വർഗത്തിലേക്ക് അപ്പനെ കൈക്കൊള്ളുമാറാകണേ എന്ന് തെല്ലിട നെഞ്ചുരുകി. ഒരു തിരുവോണ ദിനത്തിലാണ് അപ്പൻ മരിച്ചത്. ഓണവിഭവങ്ങളൊക്കെ കഴിച്ച് ഒടുക്കം ഒരു പപ്പടം കൂടി ആവശ്യപ്പെട്ട് അത് പൊടിച്ച് കഴിക്കാനൊരുങ്ങുമ്പോൾ എന്നെ ഒന്ന് അസാധാരണമായി നോക്കി. പതുക്കെ പിന്നിൽ ചാരിവെച്ചിരുന്ന തലയിണയിലേക്ക് മറിഞ്ഞു. കൈവിരലുകൾക്കിടയിൽ നിന്ന് പപ്പടത്തിന്റെ തരികൾ തുടച്ചു നീക്കുമ്പോൾ ജീവിതത്തിന്റെ നിസ്സാരത ഓർമ്മകളായി എൻ്റെ ഉള്ളിൽ പൊടിഞ്ഞു ചിതറുന്നുണ്ടായിരുന്നു. കല്ലറ എഴുതാനിരുന്നപ്പോൾ അപ്പൻ ശവകുഴിയിലെ ഇരുട്ടിൽ നിന്ന് ശകാരിക്കുന്നതും തെറി പറയുന്നതും ഞാൻ കേട്ടു. അവൻ്റെ ഒരു പെയിന്റടി എഴുത്തും. ജീവിച്ചിരുന്നപ്പോ നീ അപ്പനെ എന്നാ ഒലത്തീന്നാ? സിഗരറ്റ് വലിക്കാനോ ഇച്ചിരി കള്ളു കുടിക്കാനോ കാശ് ചോദിച്ചാ നീ തന്നിട്ടുണ്ടോടാ? എരണം കെട്ടവനെ. ചത്തു കഴിഞ്ഞപ്പോ അവൻ കല്ലറയമേ സ്വർണം പൂശാൻ ഇറങ്ങിയേക്കുന്നു തെണ്ടി. അപ്പന്റെ തെറിയും തേപ്പും ഞാൻ പുഞ്ചിരിയോടെ കേട്ടിരുന്നു. നിനക്കെന്താ ചെവിയില്ലടാ പൊട്ടാ എന്ന പ്രകോപനവും ശാന്തമായി നേരിടാൻ എനിക്ക് കഴിഞ്ഞു. സാധാരണ 1-2 പറഞ്ഞ് ഞാനും അപ്പനും ഉടക്കാറുണ്ട്. കിടപ്പിലായ ശേഷം അപ്പന്റെ വാശികൾക്ക് രൂക്ഷത ഏറി വന്നു. കള്ളും സിഗരറ്റും മേടിച്ചു കൊടുക്കില്ലെന്ന് കട്ടായം പറഞ്ഞതോടെ അപ്പന്റെ കണ്ണുപൊട്ടൻ തെറികളിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. കിടക്കയിൽ മുള്ളുകയും മലവിസർജനം നടത്തുകയും ചെയ്തുകൊണ്ട് അപ്പൻ തന്റെ വാശിയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ചില ശപിക്കപ്പെട്ട നേരങ്ങളിൽ കഴുത്തു ഞെരിച്ചു കൊന്നുകളഞ്ഞാലോ എന്നുവരെ ചിന്തിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അനാവശ്യ കോപങ്ങൾ കൊണ്ട് മലിനമാക്കിയ ജീവിതത്തെക്കുറിച്ചോർത്ത് ദുഃഖം തോന്നും. അടുത്ത നിമിഷം മരിച്ചുപോയേക്കാവുന്ന മനുഷ്യരോടാണ് ഇടപഴകുന്നത് എന്ന ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ജീവിതം എത്ര വെളിച്ചമുള്ളതായി തീർന്നേനെ. പൊരിവെയിലത്ത് ഒരു റബ്ബർക്കായയുടെ തണലുപോലുമില്ലാതെ ഞാൻ കുത്തിയിരുന്ന് എഴുതുകയാണ്. എങ്കിലും നിലാവിലെന്ന പോലെയാണ് കല്ലറയ്ക്കുമേലെ എൻ്റെ ഇരിപ്പ്. കല്ലറയിൽ എല്ലാം എഴുതി കഴിഞ്ഞ് ഒടുക്കം സ്നേഹസ്മരണയ്ക്ക് എന്നെഴുതാനായി
ബ്രഷ് പെയിന്റിൽ മുക്കുമ്പോൾ അപ്പൻ്റെ ശകാരവർഷത്തിൻ്റെ കനം കുറഞ്ഞിരുന്നു. സ്നേഹസ്മരണയ്ക്ക് എന്ന് ചുവന്ന അക്ഷരങ്ങളിൽ എഴുതി അതിനു ചുറ്റും വെളുത്ത നിറത്തിൽ അരികുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നെറുകയിൽ ഒരു തുള്ളി നനവ് അടർന്നു വീണു. പിറകിൽ അപ്പൻ്റെ സാമീപ്യം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നനഞ്ഞു. വല്ലപ്പോഴുമേ കല്ലറ എഴുത്തുണ്ടാകാറുള്ളൂ. എന്നാലും കല്ലറ എഴുതാനിരിക്കുമ്പോൾ മരിച്ചവരുടെ സാമീപ്യം അറിയാൻ കഴിയാറുണ്ട്. മഹാതണ്ടനായിരുന്ന ഒരു കാർന്നോരുടെ കല്ലറ എഴുതാനിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച യാതന ചെറുതല്ല. നല്ല പ്രായത്തിൽ ഭാര്യയെ ചവിട്ടിക്കൊന്നവനാണ്. മക്കളെയൊക്കെ അയാൾ തല്ലി ഓടിച്ചു. ആരെയും കൂസാതെ എല്ലാവരെയും വെറുപ്പിച്ച് അയാൾ ജീവിച്ചു. മരിച്ചു 3 ദിവസം അയാൾ ശുചിമുറിയിൽ ജീർണിച്ചു കിടന്നു. വല്ലപ്പോഴും മുറ്റമടിക്കാൻ വരുന്ന കാളിപ്പെണ്ണാണ് അയാളുടെ മരണം ലോകത്തെ അറിയിച്ചത്. അയാളുടെ മരണത്തിൽ സന്തോഷിച്ച മക്കൾ മരണാനന്തര ചടങ്ങുകൾ മോടിയാക്കാൻ കാശ് വാരിയെറിഞ്ഞു. എനിക്കപ്പോൾ ചിത്രകലാപീഠം കോളേജിൽ പ്രവേശനത്തിന് മുന്നോടിയായുള്ള യോഗ്യതാ നിർണയ പരീക്ഷയിൽ വിഷയം തെറ്റിച്ചു വരച്ച ജലഛായ ചിത്രം ഓർമ്മ വന്നു. ഒരാൾ തൂങ്ങി മരിച്ചു കിടക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ ഭക്ഷണം പാകപ്പെടുത്തുന്നതിന്റെ ആഹ്ലാദത്തിൽ കൂട്ടം കൂടിയിരിക്കുന്ന മനുഷ്യർ. പൊള്ളുന്ന വെയിലത്ത് കല്ലറ എഴുതാനിരുന്നപ്പോൾ എൻ്റെ മനസ്സു നിറയെ അയാളോടുള്ള വെറുപ്പായിരുന്നു. കല്ലറയിലുണ്ടായിരുന്ന മെഴുകു ചുരണ്ടിക്കൊണ്ടിരിക്കെ അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന ബ്ലേഡ് തുളഞ്ഞു കയറി കൈ മുറിഞ്ഞു. 4-5 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. വെയിലത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കെ ഒരു പ്രാവശ്യം തളർന്നു വീണു. എഴുതിയത് ഉണങ്ങുന്നതിന് മുമ്പ് റബ്ബറിന്റെ ഇലകൾ കൂട്ടത്തോടെ കാറ്റത്ത് പാറി വീണ് ചെയ്ത പണി അലങ്കോലമാവുകയും പിന്നീട് വീണ്ടും എഴുതേണ്ടി വരികയും ചെയ്തു. ഏറെ തടസ്സങ്ങളെ അതിജീവിച്ചാണ് കല്ലറ എഴുതിത്തീർന്നത്. നടുവിന് ചവിട്ട് കിട്ടിയതുപോലൊരു വേദന കല്ലറയുടെ എഴുത്ത് തീർന്നതിന് ശേഷം ഒരാഴ്ചയോളം ശരീരത്തിൽ തേർവാഴ്ച നടത്തി. വിചിത്രമായ അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് കല്ലറ എഴുത്തിൽ. ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ കല്ലറ എഴുതാൻ പോയത് അത്തരത്തിലൊന്നാണ്. പാടത്തിന്റെ നടുക്കുള്ള KSEBയുടെ ട്രാൻസ്ഫോമറിന്റെ അരികിലുള്ള പോസ്റ്റിലാണ് അവളുടെ ജഡം ഞാന്നു കിടന്നത്. കാലുകൾ താഴെയുള്ള ഇരുമ്പുതട്ടിൽ മുട്ടിയിരുന്നു. ഞാൻ ആദ്യമായാണ് ആത്മഹത്യ ചെയ്ത ഒരാളെ കാണുന്നത്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മെലിഞ്ഞ് കറുത്ത ആ പെൺകുട്ടി സ്വപ്നങ്ങളിൽ വന്ന് എന്നെ തലങ്ങും വിലങ്ങും കീറി മുറിച്ചു. പലവട്ടം ദുസ്വപ്നം കണ്ട് ഞാൻ ഞെട്ടിയുണർന്നു. മധ്യവയസ്സ് കഴിഞ്ഞ ഒരാൾ അവളുടെ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ദൃശ്യങ്ങൾ ഓരോ സ്വപ്നത്തിലും ആവർത്തിച്ചു വന്നിരുന്നു. പിറ്റേന്ന് വെളുപ്പിന് സ്വപ്നത്തിൽ കണ്ട മധ്യവയസ്കൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു. പുറത്തിറങ്ങി പല്ല് തേക്കാനായി വാതിൽ തുറന്നപ്പോൾ അയാൾ ഞെട്ടലോടെ എന്നെ നോക്കി. അയാളുടെ മുഖം നിറയെ ഇരുട്ട് കട്ടപിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തിന്റെ അതിർത്തിയിൽ ഇല പൊഴിച്ചു നിന്നിരുന്ന പൈൻ മരത്തിന്റെ ചില്ലയിലിരുന്ന കാക്ക ഉറക്കെ കരഞ്ഞു. കല്ലറ എഴുതുന്ന ആളുടെ വീടാണോ? അയാളുടെ ഒച്ചയിൽ വല്ലാത്ത വിറയലുണ്ടായിരുന്നു. അതേ വിറയിൽ പിന്തുടരുന്ന കൈയോടെ ഒരു കടലാസ് കഷ്ണം അയാൾ എൻ്റെ നേർക്ക് നീട്ടി. 4 വരിയിട്ട ബുക്കിന്റെ താളായിരുന്നു. 4 വരികളെ തെല്ലും പരിഗണിക്കാതെ കീഴ്ക്കാന്തൂക്കായി അതിലൊരു പെൺകുട്ടിയുടെ പേരും ജനനത്തീയതിയും മരണത്തീയതിയും വികലമായ കൈപ്പടയിൽ എഴുതിയിരുന്നു. തൂങ്ങി മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ ഛായയിൽ അക്ഷരങ്ങൾ എൻ്റെ കണ്ണുകളിൽ മെല്ലെ ആടി. ചീന്തിയെടുത്ത താളിൻ്റെ മറുപുറത്ത് 4 വരിയിലും കൃത്യമായി ഇണങ്ങിയ മനോഹരമായ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ജീവിതത്തിൻ്റെ സന്തോഷം പോലെ വടിവോടെ കാണപ്പെട്ടു. ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ കൈപ്പടയാകാം അത്. കല്ലറ എഴുതാൻ നേരത്ത് അയാൾ സമീപത്തുണ്ടായിരുന്നു. എന്തു പറ്റിയതാ എന്ന ചോദ്യത്തിന് അയാൾ ഉത്തരമൊന്നും പറഞ്ഞില്ല. കല്ലറയിൽ ആകെ ഒരു റീത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ആരുടെയും പേരെഴുതിയിരുന്നില്ല. അവർ ഞങ്ങളുടെ ഇടവകയിൽ പുതുതായി വന്ന് താമസിക്കുന്നവരാണ്. അയാൾ കുട്ടിയുടെ രണ്ടാനപ്പനാണെന്ന് ആരോ പറഞ്ഞു കേട്ടു. കുട്ടിയുടെ അപ്പൻ അമ്മയെ ഉപേക്ഷിച്ചു പോയപ്പോൾ അയാൾ കൂടെ കൂടിയതാണത്രേ. പൊതുവെ ആ കുടുംബത്തെക്കുറിച്ച് ആർക്കും വലിയ മതിപ്പില്ല. സെമിത്തേരിയുടെ മതിലിൽ എഴുതിയിരിക്കുന്ന "ഇന്ന് ഞാൻ നാളെ നീ" എന്ന വാചകത്തിന് കീഴെ വെയിലിൽ കുന്തിച്ചിരിക്കുന്ന അയാളോട് ഞാൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. സെമിത്തേരിയിലെ ഇളം വെയിലിൽ ഞാൻ ഒറ്റയ്ക്കായി. കല്ലറകൾക്ക് മേലെ പുകഞ്ഞുകൊണ്ടിരുന്ന ചന്ദനത്തിരിയുടെ മണം മൂക്കിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. നനവു തട്ടി ചീറ്റുന്ന മെഴുകുതിരി നാളങ്ങളുടെ ശബ്ദം ഇടയ്ക്കിടെ "മരണം വരുമൊരു നാൾ" എന്ന ചരമഗീതം ചെവിയിലേക്ക് ഇറ്റിച്ചു. കല്ലറയ്ക്ക് പെയിന്റടിക്കുമ്പോൾ ബ്രഷ് നീങ്ങുന്നില്ല. "വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ കൊച്ചേ" എന്ന് ഞാൻ പരിഭവം പറഞ്ഞു. "എന്നെ കൊന്നതാ ചേട്ടാ," നനുത്ത ശബ്ദത്തിൽ അവൾ പറഞ്ഞു. "എന്നെ മാത്രമല്ല, എൻ്റെ വയറ്റിലുള്ള അയാളുടെ കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു." രണ്ടാനപ്പനെക്കുറിച്ചാണ് അവൾ പറഞ്ഞത്. കല്ലറ എഴുതിത്തീരുന്നതുവരെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. മരിച്ചവരുടെ കരച്ചിലുകൾക്ക് അവസാനമില്ല. എങ്കിലും ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു കിടക്കുന്ന കാഴ്ചയും അവളുടെ കരച്ചിലും ഏറെക്കാലം എൻ്റെ ഉറക്കം കളഞ്ഞു. എൻ്റെ അനുഭവങ്ങൾ ഞാൻ ആരോടും പറഞ്ഞില്ല. ആരും അത് ഗ്രഹിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എന്നെ ഭ്രാന്തനായി ചിത്രീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. കല്ലറ എഴുത്ത് എന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി. മരിച്ചവരുടെ വെളിപ്പെടുത്തലുകൾ എൻ്റെ ആത്മാവിനെ നിരന്തരം ഭാരപ്പെടുത്തി.
മരിച്ചവർക്ക് പരാതികളും നിലവിളികളും മാത്രമേയുള്ളൂ എന്ന് തോന്നി. ഇങ്ങനെ പോയാൽ മനസ്സിന്റെ താളം തെറ്റുമോ എന്ന ആശങ്ക ഓരോ നിമിഷവും എന്നിൽ പെരുകിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ കല്ലറ എഴുത്ത് കുറച്ചത്. ഒഴിവാക്കാൻ പറ്റാത്ത വർക്കുകൾ മാത്രം ഏറ്റെടുത്തു. വളരെ കാലത്തിനു ശേഷം ഷാജി ചേട്ടനെ കാണുമ്പോൾ അയാൾ വല്ലാത്ത മൗനത്തിലേക്ക് പോയിരുന്നു. പഴയ ഓടിട്ട വീടിന്റെ ഒതുക്കുകല്ലുകൾ കയറുമ്പോൾ തൂണും ചാരി ഷാജിച്ചേട്ടന്റെ ഭാര്യ ഡെയ്സി ചേച്ചി നിൽപ്പുണ്ടായിരുന്നു. അത്രയും മങ്ങിയ നിലയിൽ ഞാൻ ഒരിക്കലും ചേച്ചിയെ കണ്ടിട്ടില്ല. ഷാജിച്ചേട്ടൻ എന്നെ കണ്ടപ്പോൾ വിളറിയ ചിരി ചിരിച്ചു. ഇരിക്കാൻ എന്നോട് ആംഗ്യം കാട്ടി. മനസ്സിന് തീരെ സുഖമില്ലടാ. ഞാനൊന്നും പറഞ്ഞില്ല. ഈ കല്ലറ എഴുത്ത് പരിപാടി എന്നെക്കൊണ്ട് പറ്റാണ്ടായി. ഒരു സമാധാനവുമില്ല. ശരിയാ ചേട്ടാ, ഞാൻ പരമാവധി ഒഴിവാക്കി വിടും. പെയിന്റിങ്ങിന് പോയാൽ അലച്ചിലും ജോലിഭാരവും കൂടുതലാന്നേ ഉള്ളൂ. കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന സുഖമായിട്ടുള്ള ഉറക്ക. ഞാനിനി എന്ത് പണിക്ക് പോകാനാ? ഫോട്ടോ വരപ്പ് തീരെ ഇല്ലാണ്ടായി. ഷാജി ചേട്ടന്റെ ശബ്ദം നേർത്തു വന്നു. ചേട്ടന് 4 പെൺമക്കളാണ്. അവരുടെ പഠിപ്പിന് തന്നെ നല്ലൊരു തുകയാവും. ചേച്ചിക്ക് തയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ പണി തീരെ കുറവാണ്. മുറിയിൽ ഒരിടത്ത് കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളുടെ എണ്ണച്ചായ ചിത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. 5-ാം സ്ഥലത്തെ ചിത്രമായിരുന്നു ഏറ്റവും മുന്നിൽ. കുരിശ് ചുമന്നുള്ള പോക്കിൽ യേശു വഴിയിൽ വെച്ച് മരിച്ചുപോയേക്കുമോ എന്ന ഭയത്തിൽ വയലിൽ നിന്ന് കയറി വരുന്ന ശിമയോനെ കുരിശു ചുമക്കുവാൻ പട്ടാളക്കാർ നിർബന്ധിക്കുന്ന രംഗമാണ്. ശിമയോന് ഷാജിച്ചേട്ടൻ സ്വന്തം മുഖമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കൊള്ളാലോ ചേട്ടാ. ചേട്ടനാണല്ലേ കർത്താവിനെ കുരിശു ചുമക്കാൻ സഹായിച്ചേ? ഷാജിച്ചേട്ടൻ എനിക്ക് പിടികിട്ടാത്ത ഒരു ചിരി ചിരിച്ചു. എടാ, നിനക്കറിയാമോ, എനിക്ക് നല്ലൊരു കൃഷിക്കാരനാകാനായിരുന്നു താല്പര്യം. അപ്പൻ ഉശ്ശിരൻ കർഷകനായിരുന്നു. എൻ്റെ അമ്മയെക്കാളും പ്രേമത്തോടെ അപ്പം മണ്ണിനിൽ അളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരം വെട്ടം വെക്കണേന് മുമ്പേ അപ്പം പാടത്തിറങ്ങും. മോന്തി കഴിഞ്ഞ് ഇരുട്ടിയാലും അപ്പം പാടത്തുനിന്ന് കയറൂല. ഉഴുതുമറിക്കുമ്പോൾ ചെളിയുടെ ഒരു മണമുണ്ട്. മണത്തിനൊക്കെ ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ മണമാണ് ലോകസുന്ദരി. ഷാജിച്ചേട്ടൻ്റെ വാക്കുകളിൽ ആവേശം വർദ്ധിച്ചു വന്നു. അപ്പൻ ഉഴവുന്നത് നോക്കി നിന്നപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം വേറെ ഒരു കാഴ്ചയിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നിറയെ കൊക്കുകൾ പറന്നു നടക്കും. കാക്കകൾ ഉണ്ടാവും. ബ്രാലും മുഷിയും കറുവപ്പും തുപ്പലം തീനി പരലും ഇഷ്ടം പോലെ കിട്ടും. രാവിലെ അപ്പനു വേണ്ടി അമ്മ തൂക്കുപാത്രത്തിൽ തന്നുവിടുന്ന പഴങ്കഞ്ഞിയും ഉപ്പിലിട്ട മാങ്ങയുടെ കഷ്ണങ്ങളും പ്ലാവിലക്കയിലും അതൊക്കെ ഓർക്കുമ്പോൾ ദാ ഇപ്പോഴും നാക്കിൽ വെള്ളം മൂറും. ഞാനും ഒരുപാട് കറ്റ ചുമന്നിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. സ്കൂളില്ലാത്തപ്പോൾ അമ്മയോടൊപ്പം പാടത്തു പോകും കറ്റ ചുമടിന്. കട്ടൻ ചായയും ശർക്കരയും കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ അച്ചപ്പോ കുഴലപ്പോ ഉണ്ടയോ ഒക്കെ കിട്ടും. ചില വീട്ടുകാർ ചോറ് തരും. കടുക് താളിച്ച കുമ്പളങ്ങ കറിയുടെ രുചി ഇപ്പോഴും ഉണ്ട് നാവിൽ. അതൊക്കെ ഒരു കാലം. കണ്ടില്ലേ പാടം തരിച്ചിട്ടേക്കുന്നത്? സെമിത്തേരിക്കപ്പുറം നോക്കത്താത്ത ദൂരം പുല്ല് പിടിച്ചു കിടക്കുന്ന പാടം. പച്ചപ്പിന്റെ പടർപ്പുകളിൽ ഇര തേടുന്ന ചെമ്പോത്തുകൾ, കുളക്കോഴികൾ, ആഹരിച്ചതിന്റെ ആനന്ദം അയവിറക്കുന്ന പശുക്കൾ, പോത്തുകൾ, എരുമകൾ. മനുഷ്യന്മാരെ ജീവശ്വാസം പോലെ സൂക്ഷിച്ച സ്ഥലങ്ങളാണ്. ഇപ്പൊ കണ്ടില്ലേ കന്നാലികൾ മേഞ്ഞു നടക്കണം. മണ്ണിൽ പണിയെടുക്കണവർക്ക് ഒന്നും കിട്ടാണ്ടായ എന്ത് ചെയ്യാനാ? നീ പറഞ്ഞത് ശരിയാ. ശിമയോന്മാരുടെ കുരിശ് താങ്ങാൻ ആരുമില്ല. ദൈവങ്ങളുടെ കുരിശ് ചുമക്കാനാണ് ശിമയോന്മാരുടെ വിധി. ഷാജിച്ചേട്ടൻ നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. ചേട്ടാ, ഈ പടങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? വിൽപ്പനയ്ക്കാണോ? പണിയില്ലാതിരുന്നപ്പോൾ വരച്ചു വെച്ചതാ. പള്ളിക്കാരെങ്കിലും വന്നാ കൊടുക്കായിരുന്നു. ഞാനും അന്വേഷിക്കാൻ ചേട്ടാ, ഞാൻ ആശ്വസിപ്പിച്ചു. പിന്നെ നീ വന്നത് നന്നായി. നിന്നോടൊരു കാര്യം പറയണമെന്ന് കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. നമ്മൾ തമ്മിൽ കാണാൻ സാഹചര്യം ഒത്തുവരണ്ടേ? ചേട്ടൻ ഡെയ്സി ചേച്ചിയെ നോക്കി. ചേച്ചി മുറിക്ക് പുറത്തേക്കിറങ്ങി. ഞാൻ ആകാംക്ഷയോടെ ചേട്ടനെ നോക്കി. അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. ഷാജി ചേട്ടനെ നിർബന്ധിക്കുന്നതിൽ കാര്യമില്ലെന്ന് എനിക്കറിയാം. നീ ആ 14-ാം സ്ഥലം എടുത്തേ. യേശുവിന്റെ ശവശരീരം ഏറ്റുവാങ്ങുന്ന റാംസക്കാരനായ ഔസേപ്പ്. ഔസേപ്പിന്റെ പിറകിൽ മൃതദേഹത്തിൽ പൂശുന്നതിനുള്ള സുഗന്ധക്കൂട്ടുമായി നിൽക്കുന്ന നിക്കോദേമോസ്. ദൈവമേ, നിക്കോദേമോസിന് എന്റെ മുഖമാണ്. നീയും മോശക്കാരനല്ല. എന്നെപ്പോലെ കടുപ്പമുള്ള പണിയൊന്നും നിനക്ക് കിട്ടിയില്ലല്ലോ. ഷാജി ചേട്ടന്റെ ചിരിയിൽ ഞാനും പങ്കുചേർന്നു. പാമ്പും കോണിയും കളിക്കുന്ന കുട്ടികളുടെ ഒച്ചകൾക്കിടയിലൂടെ തിരിച്ചിറങ്ങുമ്പോൾ ഇടയ്ക്കിറങ്ങടാ എന്ന് ഷാജിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു. എന്നാലും ഷാജിച്ചേട്ടൻ എന്താണ് പറയാൻ വന്നത് എന്ന ചിന്ത കുറേ നാൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. മരിച്ച മനുഷ്യനെപ്പോലെ ഷാജിച്ചേട്ടന്റെ കല്ലറയ്ക്ക് മേലെ ഞാനിരുന്നു. മെഴുകു ചുരണ്ടിക്കളഞ്ഞതും പെയിന്റടിച്ചതും ഞാനാണെന്ന് എനിക്ക് തോന്നിയില്ല. ഷാജിച്ചേട്ടന്റെ മരണത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഉച്ചയുറക്കത്തിൽ ഹൃദയം പണിമുടക്കി ഷാജിച്ചേട്ടന് സകല ക്ലേശങ്ങളിൽ നിന്നും വിടുതൽ നൽകി. മരണ അറിയിപ്പ് വരുമ്പോൾ ഞാൻ ഒരു വീട്ടിലെ സീലിംഗിൽ പെയിന്റടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തെറിച്ചു വീണ വെളുത്ത നിറത്തിന്റെ ഒരു തുള്ളി കണ്ണിനെ നീറ്റുകയായിരുന്നു. അന്നേരം ഇറുകയടച്ച കണ്ണുകളോടെയാണ് ഫോണെടുത്തത്.
ആ നീറ്റലും ഇരുട്ടും ഹൃദയത്തിലേക്ക് പടർന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കല്ലറ എഴുതിക്കൊണ്ടിരിക്കെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണീർ അക്ഷരങ്ങളിലേക്ക് ഇറ്റ് വീണുകൊണ്ടിരുന്നു. ഷാജിച്ചേട്ടാ, എന്തെങ്കിലുമൊക്കെ പറ എന്ന് ഞാൻ കരഞ്ഞു യാചിച്ചു. വാടിയ ജമന്തിപ്പൂക്കളുടെ മണമുള്ള നിശബ്ദതയിൽ ഞാൻ ഉരുകി. ഷാജിച്ചേട്ടൻ എന്താണ് എന്നോട് പറയാൻ ബാക്കി വെച്ചത് എന്ന ഉത്കണ്ഠ എന്നെ കൂടുതൽ ബാധിക്കാൻ തുടങ്ങി. ആ കുടുംബം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആകുലത ഓരോ നിമിഷവും എന്നെ നിസ്സഹായതയുടെ കുരിശിൽ തറച്ചു. കുരിശിൻ്റെ വഴിയിലെ 14 ചിത്രങ്ങളും പൊതിഞ്ഞെടുക്കുമ്പോൾ ഞാൻ ഡെയ്സി ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. കാശടങ്ങിയ പൊതി കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ ചേച്ചി കരഞ്ഞു. കുട്ടികൾ പുഞ്ചിരിയോടെ എന്നെ യാത്രയാക്കി. അവർക്ക് 4 പേർക്കും അപ്പോൾ ഷാജിച്ചേട്ടൻ്റെ ഛായയായിരുന്നു. ആ നിമിഷം ഷാജിച്ചേട്ടൻ എന്താവും എന്നോട് പറയാൻ ആഗ്രഹിച്ചത് എന്ന ഭാരം നിറഞ്ഞ ചിന്ത ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി.